തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക വികസനത്തിൻ്റെ പേരിലല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ നടന്ന വലിയൊരു അട്ടിമറിയുടെയും ഖജനാവ് കൊള്ളയുടെയും പേരിലായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി ചൂടി ആര്യ രാജേന്ദ്രൻ എന്ന കൗമാരക്കാരിയെ CPM അധികാര കസേരയിൽ ഇരുത്തുമ്പോൾ കേരളം വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അധികാരത്തിൻ്റെ പതുപതുപ്പിൽ ഇരുന്ന് ഖജനാവിലെ ലക്ഷങ്ങൾ പൊടിച്ച് ലണ്ടൻ യാത്രകളും വിദേശ പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയ ആ മേയറുടെ ഭരണകാലം അവസാനിക്കുമ്പോൾ തലസ്ഥാന നഗരി ചെന്നെത്തി നിൽക്കുന്നത് വലിയൊരു ഗർത്തത്തിലേക്കാണ്. ഭരണമൊഴിഞ്ഞ് ആര്യ പടിയിറങ്ങുമ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ CPMൻ്റെയും മേയറുടെയും അഴിമതി നിറഞ്ഞ മുഖം കയ്യോടെ പൊളിച്ചു കാട്ടുന്നതാണ്. നഗരത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാതെ വൻകിടക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ക്രമക്കേട്. അത് അഴിമതി നിറഞ്ഞതാണ്. നഗരഹൃദയത്തിലെ കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങൾ, അതുപോലെ ഷോപ്പിംഗ് മാളുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് കൃത്യമായ നികുതി പിരിക്കാൻ ഭരണസമിതി തയ്യാറായില്ല. ഇതിൻ്റെ പിന്നിലെ കാരണം പരിശോധിക്കുമ്പോൾ ചെന്നെത്തുന്നത് CPM നേതാക്കളിലേക്കും അവരുടെ ബിനാമി ഇടപാടിലേക്കുമാണ്. ഈ വൻകിട കെട്ടിടങ്ങൾ പലതും കൈയാളുന്നത് പാർട്ടിയുടെ ഉന്നതരും അവരുടെ തോഴന്മാരുമാണ്. സാധാരണക്കാരൻ്റെ നികുതിയിൽ നയാ പൈസ കുറഞ്ഞാൽ നടപടിയെടുക്കുന്ന നഗരസഭ പാർട്ടി ഗുണ്ടകളുടെ കാവലിൽ വൻകിടക്കാരുടെ നികുതി വെട്ടിപ്പിന് കുട പിടിച്ചു കൊടുക്കുകയായിരുന്നു. കൃത്യമായ നികുതി പിരിവ് നടന്നാൽ അത് ചെന്നുകൊള്ളുന്നത് സ്വന്തം പാർട്ടിക്കാരുടെ പോക്കറ്റിലാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നഗരസഭ ഈ കാര്യത്തിൽ മനഃപൂർവ്വം കണ്ണടച്ചത്. CPMൻ്റെ ഈ ഇരട്ടത്താപ്പിനെയും നഗരസഭയിലെ കെടുകാര്യസ്ഥതയെയും കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയുകയാണ്. CPM ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇതേ മാതൃകയിലുള്ള കൊള്ളയാണ് നടക്കുന്നത് എന്ന് VD സതീശൻ നേരത്തെ തന്നെ നിയമസഭയിൽ തുറന്നടിച്ചതാണ്. വൻകിടക്കാരെയും പാർട്ടിക്കാരെയും സഹായിക്കാൻ വേണ്ടി നികുതി പിരിവ് അട്ടിമറിക്കുന്ന ഒരു ശൈലി അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞത്. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പ് കേവലം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടെയുള്ള വൻകൊള്ളയാണെന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത് ഇന്ന് ശരിയാണെന്ന് കാലം തെളിയിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ എന്ന പ്രായം കുറഞ്ഞ പ്രതിനിധിയെ മുൻനിർത്തി പിന്നിൽ നിന്ന് ചരട് വലിച്ച നേതാക്കൾ ആ നഗരസഭയെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റി. നേമത്തും ശ്രീകാര്യത്തും ആറ്റിപ്രയിലും നടന്ന നികുതി വെട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞൊതുക്കി തീർക്കാൻ നോക്കിയ മേയർക്കും ഭരണസമിതിക്കും ഇന്ന് മറുപടിയില്ലാതെയായിരിക്കുന്നു. അവർ കൂട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. സർക്കാരിൻ്റെ തനത് ഫണ്ട് പോലും വകമാറ്റാൻ കഴിയാത്ത വിധം ഖജനാവ് ശൂന്യമായത് എങ്ങനെയെന്ന ചോദ്യത്തിന് CPM നേതാക്കളുടെ ബിനാമി ബന്ധങ്ങൾ തന്നെയാണ് ഉത്തരം. പ്രസംഗങ്ങളിൽ വിപ്ലവം പറയുകയും പ്രവൃത്തിയിൽ വൻകിട മുതലാളിമാരുടെ പാദസേവ ചെയ്യുകയും ചെയ്യുന്ന CPM ശൈലിയാണ് തിരുവനന്തപുരത്ത് കണ്ടത്. ആര്യ രാജേന്ദ്രൻ തൻ്റെ ഔദ്യോഗിക കാലാവധി തികച്ച് പടിയുറങ്ങുമ്പോൾ തലസ്ഥാന നഗരിക്ക് ലഭിച്ചത് വികസനമല്ല, മറിച്ച് തലമുറകൾ വീട്ടേണ്ടി വരുന്ന കോടികളുടെ കടബാധ്യതയും അഴിമതിയുടെ ദുഷ്പേരും മാത്രമാണ്. CPMൻ്റെയും മേയറുടെയും ഈ തട്ടിപ്പ് VD സതീശൻ്റെ വാക്കുകളെ അടിവരയിട്ടുറപ്പിക്കുന്നതൊപ്പം തന്നെ ഭരണമാറ്റം കൊതിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമായി ഇതാ നിവർന്നു കിടക്കുകയാണ്.